മകളെ, മഹാഭാരത യുദ്ധം 10-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ കൗരവരുടെ സർവ്വസൈന്യാധിപനായ ഭീഷ്മർ അചഞ്ചലനായി തുടരുകയായിരുന്നു. കൗരവർക്ക് പരാജയം സംഭവിക്കുന്ന ദിവസങ്ങളിൽ ദുര്യോധനൻ ഭീഷ്മരോട് പരാതി പറയാറുണ്ട്. അപ്പോഴെല്ലാം ഭീഷ്മർ കൂടുതൽ ശക്തിയോടെ പാണ്ഡവരെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ഭീഷ്മർ ഈ വിധം തുടരുന്നത് തങ്ങളുടെ വിജയത്തിന് തടസ്സമാകുമെന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുന്നു. സ്വന്തം പിതാമഹനാണെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നാൽ തങ്ങളുടെ മോഹങ്ങൾ പൂവണിയുകയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഒത്താശയോടെ ഭീഷ്മരെ കണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുവാനുള്ള മാർഗം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അർജുനൻ ആ തീരുമാനത്തെ എതിർത്തെങ്കിലും ശ്രീകൃഷ്ണൻ അയാളെ പിന്തിരിപ്പിച്ചു. പാണ്ഡവ സഹോദരന്മാർ എല്ലാവരും കൂടി ഭീഷ്മരുടെ മുന്നിലെത്തി സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ അർജുനൻ പാഞ്ചാല രാജകുമാരനായ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുവാൻ ഭീഷ്മർ നിർദ്ദേശിച്ചു. ശിഖണ്ഡി യഥാർത്ഥത്തിൽ ജനിച്ചത് പെൺകുട്ടിയായിട്ടായിരുന്നു, എന്നാൽ പിന്നീട് പുരുഷനായി മാറുകയാണ് ഉണ്ടായത്. ഭീഷ്മർ ശിഖണ്ഡിയെ ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. സ്ത്രീകളോട് അദ്ദേഹം യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. അതിനാലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം അദ്ദേഹം പാണ്ഡവർക്ക് നൽകിയത്. അതുമാത്രമല്ല, 10 ദിവസം തുടർച്ചയായി മനുഷ്യകുരുതി നടത്തി ഭീഷ്മർ സ്വന്തം ശരീരത്തെ തന്നെ വെറുത്തിരുന്നു. എങ്കിലും യുദ്ധക്കളത്തിലെത്തുന്ന ഭീഷ്മർ ശക്തമായി തന്നെ യുദ്ധം ചെയ്തു. അപ്പോഴും ധാരാളം പേരെ അദ്ദേഹം വധിച്ചു. ഒടുവിൽ പാണ്ഡവർ എല്ലാവരും ഒത്തുചേർന്ന് ശിഖണ്ഡിയെ വ്യൂഹത്തിന് മുന്നിൽ നിർത്തി അർജുനനും ഭീമനും അയാളുടെ ഇടവും വലവും നിന്നുകൊണ്ടും മറ്റു പാണ്ഡവരും മഹാരഥന്മാരായ ധാരാളം രാജാക്കന്മാരും അവർക്ക് പിന്നിലും നിന്നുകൊണ്ട് ഭീഷ്മരുടെ നേരെ ആക്രമണം വിട്ടു. ശിഖണ്ഡിയെ ഭീഷ്മർ ശ്രദ്ധിച്ചതേയില്ല. അയാൾ വില്ലുകുലച്ച് അമ്പു തൊടുത്ത് ഭീഷ്മരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്നു. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിരുന്നുവെങ്കിലും ഭീഷ്മരോട് യുദ്ധം ചെയ്തത് അർജുനൻ തന്നെയായിരുന്നു. അർജുനന് പിന്നിലായി യുധിഷ്ഠിരൻ, ധൃഷ്ടദ്യുമ്നൻ, സാത്യകി എന്നിവർ ഭീഷ്മരുടെ രക്തത്തിന് ദാഹിച്ചുകൊണ്ട് ഒത്തുചേർന്നു. ഭീഷ്മർ ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും കൂടിയവർ വിവിധ തരം ആയുധങ്ങൾ പ്രയോഗിച്ചു. ഭീഷ്മരുടെ പോർച്ചട്ട തകർന്നു. ആയുധങ്ങളേറ്റ് ആ ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ഉണ്ടായി. എന്നിട്ടും ആ സൈനിക വലയം തകർത്ത് ഭീഷ്മർ പുറത്തു വന്നു. അർജുനൻ, ഭീമൻ, സാത്യകി, ധൃഷ്ടദ്യുമ്നൻ, ദുര്യോധനൻ, വിരാടൻ എന്നീ 6 മഹാരഥന്മാർക്കും ഭീഷ്മരുടെ ശരങ്ങളാൽ വലിയ മുറിവുകൾ ഉണ്ടായി. അവർ അതൊന്നും വകവയ്ക്കാതെ ഭീഷ്മരുടെ മേൽ ശരമാരി പൊഴിച്ചുകൊണ്ടേയിരുന്നു. ശിഖണ്ഡിയെ ഭീഷ്മർ ഒട്ടും തന്നെ പരിഗണിച്ചില്ല. അയാൾ അയക്കുന്ന ശരങ്ങൾ തൻ്റെ മേൽ പതിച്ചുവെങ്കിലും ഭീഷ്മർ അതിന് പ്രത്യസ്ത്രങ്ങളൊന്നും അയച്ചതേയില്ല. പക്ഷേ അർജുനൻ്റെ ശരങ്ങൾ ഏൽക്കുമ്പോൾ അത് ശിഖണ്ഡിയുടെ അസ്ത്രങ്ങളല്ല, പകരം അർജുനൻ പ്രയോഗിക്കുന്നതാണ് എന്ന് ഭീഷ്മർ തിരിച്ചറിഞ്ഞിരുന്നു. അത്രമേൽ ശക്തങ്ങളായ അമ്പുകളാണ് പാർത്ഥൻ പ്രയോഗിച്ചത്. അവയിലൊരെണ്ണം ഏറ്റ് ഭീഷ്മരുടെ വില്ല് തകർന്നു വീണു. അതുകൊണ്ട് ദ്രോണാചാര്യർ, കൃതവർമ്മൻ, ജയദ്രഥൻ തുടങ്ങിയവരുമായി ചേർന്ന് പാർത്ഥനെ തടയുവാൻ ശ്രമിച്ചു. പക്ഷേ അവരെയെല്ലാം പാർത്ഥൻ തോൽപ്പിച്ച് ഓടിച്ചു. അപ്പോൾ പാണ്ഡവപക്ഷത്തെ മഹാരഥന്മാരെല്ലാവരും പാർത്ഥനെ പിന്തുണച്ചുകൊണ്ട് എത്തിച്ചേർന്നു. അവരൊന്നിച്ചു നിന്ന് കൗരവ സൈന്യത്തോട് ശക്തമായ യുദ്ധം അഴിച്ചുവിട്ടു. ശിഖണ്ഡി ഭീഷ്മരോടുള്ള യുദ്ധം തുടർന്നു. അയാളുടെ പരാക്രമത്തിൽ ഭീഷ്മരുടെ തേരും തേർക്കൊടിമരവും തകർന്നു വീഴുകയും കുതിരകൾ ചാകുകയും ചെയ്തു. അപ്പോൾ ഭീഷ്മർ ഒരു ശക്തിയെ പ്രയോഗിച്ചു. അർജുനൻ 5 അമ്പുകൾ കൊണ്ട് അതിനെ തകർത്തു. ഭീഷ്മർ എടുക്കുന്ന വില്ലുകളെല്ലാം പാർത്ഥനെ എയ്തു മുറിച്ചു. അപ്പോൾ ഭീഷ്മർ ആത്മഗതമേ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ ഒപ്പമില്ലായിരുന്നുവെങ്കിൽ ഈ അർജുനനെ ഞാൻ ഒറ്റ അസ്ത്രത്താൽ വധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ചിന്തിക്കുന്നില്ല. പാണ്ഡവരോട് യുദ്ധം ചെയ്യാതിരിക്കാൻ 2 കാരണങ്ങൾ ഞാൻ കാണുന്നു. ഇവർ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ്. സ്ത്രീയായി ജനിച്ച് പുരുഷനാണെന്ന് പറയുന്ന ശിഖണ്ഡി എനിക്ക് മുന്നിൽ നിൽക്കുകയുമാണ്. എൻ്റെ പിതാവായ ശന്തനു മഹാരാജാവ് സത്യവതിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്ക് 2 വരങ്ങൾ തന്നിരുന്നു. സ്വച്ഛന്ത മൃത്യു ആയിരിക്കുക എന്നും മറ്റൊരാളാലും വധിക്കപ്പെടാതിരിക്കുക എന്നുമുള്ള 2 വരങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ആ വരങ്ങളെ ഇപ്പോൾ ഉപയോഗപ്പെടുത്താം. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാനുള്ള സമയം ഞാൻ തന്നെ കണ്ടെത്താം. ഇനി യുദ്ധം ചെയ്യുന്നില്ല. ഭീഷ്മരുടെ ഈ മനോഗതം ആകാശചാരികളായ ദേവർഷിമാരും വസുക്കളും അറിഞ്ഞു. അവർ ഭീഷ്മരോട് പറഞ്ഞു, മഹാനുഭാവ, അങ്ങിപ്പോൾ എടുത്ത തീരുമാനം ഉചിതം തന്നെ.
അങ്ങനെ തന്നെ നടക്കട്ടെ. യുദ്ധത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കൂ. ഈ സമയത്ത് ദേവലോകത്ത് ദിവ്യവാദ്യങ്ങൾ മുഴങ്ങുകയും ഭീഷ്മരുടെ മേൽ പുഷ്പവൃഷ്ടി ഉണ്ടാകുകയും ചെയ്തു. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു. ദേവർഷിമാർ പറഞ്ഞ കാര്യം ഭീഷ്മർക്ക് മാത്രമേ കേൾക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. വ്യാസഭഗവാന്റെ അനുഗ്രഹമുണ്ടായിരുന്നതിനാൽ ഞാനും ആ സംസാരം കേട്ടു. ആ ഉപദേശങ്ങൾ കേട്ട ശേഷം ഭീഷ്മർ ആയുധം താഴെ വച്ചു. അദ്ദേഹം യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോൾ ശിഖണ്ഡി മുന്നോട്ട് ചെന്ന് ഭീഷ്മരുടെ നേർക്ക് എണ്ണമറ്റ ശരങ്ങളയച്ചു. അതൊന്നും ഭീഷ്മർ വകവച്ചില്ല. അർജുനൻ ഈ അവസരം ശരിക്ക് ഉപയോഗിച്ചു. ശക്തമായ കുറേ അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ശരീരത്തിൽ എയ്തു കൊള്ളിച്ചു. അപ്പോൾ ഭീഷ്മർ ആലോചിച്ചു, ശിഖണ്ഡിയുടെ ശരങ്ങൾക്ക് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുവാനോ മുറിവേൽപ്പിക്കുവാനോ കഴിയില്ല. ഇതെല്ലാം ആ കിരീടിയുടെ ശരങ്ങളാണ്. അർജുനൻ ഇപ്രകാരം ചെയ്യുന്നത് കണ്ടപ്പോൾ പാണ്ഡവപക്ഷത്തെ മറ്റു രാജാക്കന്മാരും വെറുതെ ഇരുന്നില്ല. അവരും ഭീഷ്മരുടെ ശരീരത്തിൽ അമ്പുകൾ ഇത് തറച്ചു. കുറേ ആയപ്പോൾ ഭീഷ്മർ ഒരു ശക്തി കൂടി പ്രയോഗിച്ചു. അർജുനൻ അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തു. അപ്പോൾ ഒരു വാളും പരിചയും എടുത്തുകൊണ്ട് ഭീഷ്മർ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി. അർജുനൻ ആ പരിച അസ്ത്രങ്ങളയച്ച് ഛിന്നഭിന്നമാക്കി കളഞ്ഞു. ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനായ ദേവവ്രതൻ്റെ ബാല്യവും കൗമാരവും പിതാവിനെ പിരിഞ്ഞ് അമ്മയുടെ സംരക്ഷണയിൽ ആയിരുന്നു. ഗംഗാദേവി അവനെ സർവ്വവിദ്യകളും അഭ്യസിക്കുവാൻ അയച്ചു. വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയായപ്പോൾ അമ്മ തന്നെ അവനെ പിതാവിന് മടക്കിക്കൊടുത്തു. സർവ്വ ആയുധങ്ങളിലും പരിശീലനം നേടിയ യോദ്ധാവും വേദശാസ്ത്ര പുരാണ പാരംഗതനുമായ ദേവവ്രതനെ രാജ്യഭാരം ഏൽപ്പിക്കാമെന്ന് ശന്തനു മഹാരാജാവ് സന്തോഷിച്ചു. പക്ഷേ പിതാവിൻ്റെ സുഖത്തിനും സന്തോഷത്തിനുമായി സ്വന്തം ജീവിതം ദേവവ്രതൻ ഉപേക്ഷിച്ചു. പിന്നെ അയാൾ ഭീഷ്മർ എന്ന് അറിയപ്പെട്ടു. സംഭവബഹുലമായിരുന്നു ഭീഷ്മരുടെ ജീവിതം. തൻ്റേതായ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് സഹോദരന്മാർക്ക് വേണ്ടി മാത്രം അദ്ദേഹം ജീവിച്ചു. പിന്നെ വന്ന ഓരോ തലമുറയിലുള്ളവരും പിതാവായും പിതാമഹനായും ഗുരുവായും നേതാവായും ഭീഷ്മരെ ബഹുമാനിച്ചു. എല്ലാവർക്കും ഒരു വഴികാട്ടിയായിരുന്നു ഭീഷ്മർ. ദ്രോണർ, കൃപർ, ശല്യർ, ധൃതരാഷ്ട്രർ, വിതുരർ തുടങ്ങിയവരെല്ലാം അദ്ദേഹത്തെ ആരാധിച്ചു. പിന്നീട് വന്ന തലമുറയിലും ഭീഷ്മർ ആരാധ്യനായിരുന്നു. ധൃതരാഷ്ട്രയുടെ 101 മക്കൾക്കും പാണ്ഡുവിൻ്റെ 5 മക്കൾക്കും ആ പിതാമഹൻ ഒരു ശക്തി തന്നെ ആയിരുന്നു. അവരുടെ വിദ്യാഭ്യാസവും ജീവിതം തന്നെയും ഭീഷ്മർ കരിപ്പിടിപ്പിച്ചതാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും ഇടയിൽ വൈരം വളരുന്നത് ഭീഷ്മരെ വളരെയേറെ വേദനിപ്പിച്ചു. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും അതിൽ വിജയിക്കുവാൻ ഭീഷ്മർക്ക് കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം കൗരവ പാണ്ഡവ യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ധൃതരാഷ്ട്രയുടെയും ദുര്യോധനൻ്റെയും പിടിവാശിയിൽ ഭീഷ്മർക്ക് ആ ദൗത്യവും വിജയകരമാക്കാൻ സാധിച്ചില്ല. നിസ്സഹായനായ ഭീഷ്മർക്ക് തൻ്റെ പ്രിയപ്പെട്ട പാണ്ഡുപുത്രന്മാരെ യുദ്ധത്തിൽ സഹായിക്കുവാനും കഴിഞ്ഞില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹത്തിന് കൗരവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യേണ്ടതായി വന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ അദ്ദേഹം കൗരവർക്ക് വേണ്ടി മാത്രം യുദ്ധം ചെയ്തു. പാണ്ഡവർക്ക് അദ്ദേഹം കനത്ത നാശങ്ങൾ ഉണ്ടാക്കി. താൻ കാരണം തൻ്റെ പ്രിയപ്പെട്ട പാണ്ഡുപുത്രന്മാർക്ക് പരാജയമുണ്ടാകാതിരിക്കാൻ സ്വന്തം മരണത്തിനുള്ള വഴി കൂടി അദ്ദേഹം അവർക്ക് പറഞ്ഞുകൊടുത്തു. ഇപ്രകാരം സ്വന്തം ജീവിതവും ജീവിതസുഖങ്ങളും മാറ്റിവെച്ച ആ വൃദ്ധപിതാവാണ് ഇപ്പോൾ തൻ്റെ പേരക്കുട്ടിയായ പാർത്ഥൻ്റെ ശരങ്ങളാൽ പൊതിയപ്പെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പാർത്ഥൻ്റെ ശരങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരമാകെ തറച്ചു നിന്നു. കൗരവവീരന്മാർ നോക്കി നിൽക്കെ മഹാനായ ഭീഷ്മർ രഥത്തിൽ നിന്നും താഴെ വീണു. ആ അസ്തമയ സമയത്ത് കിഴക്കോട്ട് മുഖം തിരിച്ച് കിടക്കുന്ന ഭീഷ്മരെ കണ്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. ശരീരത്തിൽ തുളഞ്ഞു കയറിയ അസ്ത്രങ്ങൾ മൂലം നിലം തൊടാതെയാണ് അദ്ദേഹം കിടന്നത്. സൂര്യൻ ദക്ഷിണായനത്തിൽ ആയിരുന്നതിനാൽ സ്വച്ഛന്തമൃത്യുവായ ഭീഷ്മർ മരണത്തിന് പറ്റിയ സമയം അല്ലെന്ന് നിശ്ചയിച്ച് മരണത്തെ അടുത്തേക്ക് വിളിച്ചില്ല. അപ്പോൾ അവിടെ ഒരശരീരിയുണ്ടായി. സർവശാസ്ത്രങ്ങളും അറിയുന്ന ഭീഷ്മർ എന്തിനു ദക്ഷിണായനത്തിൽ മരിച്ചു? അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ സൂര്യൻ ദക്ഷിണായനം പൂർത്തിയാക്കും വരെ തൻ്റെ മരണത്തെ അകറ്റി നിർത്തി ആ കുരുവംശവൃദ്ധൻ ശരശയ്യയിൽ കിടന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.